പ്രസിദ്ധ ദീപാവലി അന്നത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കാലത്ത് നന്നായിട്ട് വൈകിട്ടാണ് എണീറ്റത്. എന്താണെന്ന് വെച്ചാൽ എനിക്കും മക്കൾക്കും പോകണ്ടല്ലോ, ബിജാഷേട്ടന് മാത്രമേ പോകണ്ടോ. അപ്പോൾ ഞാൻ ഒരു 6:30 ആയിട്ടുണ്ട് എണീക്കുമ്പോൾ. അപ്പോൾ തലേദിവസം തന്നെ കടലയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തലേദിവസം അരി വെള്ളത്തിലിട്ടു, പക്ഷേ വാവിച്ച് പറഞ്ഞു വേണ്ട, നൂലപ്പവും കടലക്കറിയും മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കടല എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കടലയൊക്കെ കഴുകി വാരി കുക്കറിലിട്ടു. പിന്നെ ഞാൻ വേഗം ചായക്കുള്ള വെള്ളം, ചായക്ക് മാത്രമല്ല നൂലപ്പത്തിനും കുഴയ്ക്കാലും എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം വെള്ളമൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ സാമ്പ്രാണിയൊക്കെ കത്തിക്കാനായിട്ട് നിന്നത്. എന്താണെന്ന് വെച്ചാൽ വൈകിയല്ലോ. അപ്പോൾ പിന്നെ ബിജാഷേട്ടന് 8 മണിയൊക്കെ ആകുമ്പോഴേക്കും പോകണം. അപ്പോൾ ചോറ് കൊണ്ടുപോകണ്ടേ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇത്തിരി വൈകിയാലും എനിക്ക് ജോലിക്ക് പോകണമെങ്കിൽ ഞാൻ അങ്ങനെ കൊടുത്തിട്ട് പോവും. പക്ഷേ ഇന്ന് എനിക്ക് പോകണ്ടാത്ത കാരണം പിന്നെ ഞാൻ ആളുടെ കയ്യിൽ തന്നെ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ തിരക്ക് പിടിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ വേഗം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കടല അടുപ്പത്തിട്ടപ്പോഴേ വെള്ളം കുറച്ച് കൂടിപ്പോയി. അത് കാരണം ആകെ തിളച്ച് പോവുകയാണ്. ഗ്യാസൊക്കെ ഇത് കഴിഞ്ഞിട്ട് നന്നായി തുടച്ചെടുക്കണം. നല്ല പണിയുണ്ട്. പിന്നെ ഇന്ന് ജോലിക്ക് പോകണ്ടാത്ത കാരണം പിന്നെ കുഴപ്പമില്ല, സമയമുണ്ടല്ലോ. എന്നിട്ട് പിന്നെ ഞാൻ വേഗം നൂലപ്പത്തിനുള്ള പൊടിയൊക്കെ പൊട്ടിച്ചെടുത്തു. അപ്പോൾ കുറച്ച് പൊടി തന്നെ എടുക്കണുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നൂലപ്പം പിന്നെ തണുത്താറേ രസമില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ കുറച്ച് ചൂടുവെള്ളമൊക്കെ എടുത്തിട്ട് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കയ്യിലുകൊണ്ട് അത് നന്നായിട്ട് ഇളക്കിയെടുത്തു. നന്നായി വെന്ത് കിട്ടണ്ടേ, എന്നാലല്ലേ ഉണ്ടാക്കുമ്പോൾ നൂലപ്പം ഉണ്ടാക്കുമ്പോൾ ശരിയായി വരുള്ളൂ. എന്നിട്ട് ഞാൻ കയ്യിലുകൊണ്ട് അത് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ഇളക്കി ഇങ്ങനെ ഇതാക്കിയിട്ട് എടുത്തു. അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, തിളച്ച വെള്ളം. അങ്ങനെ അതൊക്കെ ആക്കിയിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചു. ഇനി എനിക്ക് ബാക്കിയുള്ള വെള്ളം തിളച്ചതാണല്ലോ, ബാക്കിയുള്ള വെള്ളത്തിൽ ചായ വെക്കണം. വാവിച്ച് മണിക്കുട്ടനെ എണീറ്റിട്ടില്ല. ഉച്ചതിരിഞ്ഞിട്ടാണ് 2 പേർക്കും ട്യൂഷൻ. അത് കാരണം ഞാൻ അവരെ വിളിക്കാനും പോയിട്ടില്ല. അപ്പോൾ ബിജാഷേട്ടനോട് തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ദീപാവലി അല്ലേ, അപ്പോൾ കാലത്ത് പണികൾ കഴിഞ്ഞിട്ട് ആൾ പണിക്ക് പോണേക്കാളും മുമ്പ് അമ്പലത്തിൽ പോവാന്ന്. അപ്പോൾ ഞാനാണെങ്കിൽ എണീക്കാനും വൈകി പോയി. എന്നിട്ട് ഞാൻ വേഗം ചായയൊക്കെ വെച്ചിട്ട് വേഗം അതൊക്കെ അരിച്ചെടുത്തു. ചായ അരിച്ചെടുത്തതിന് ശേഷം ഞാൻ നൂലപ്പത്തിൻ്റെ മാവ് അവിടെ ആറാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം, കയ്യിലോണ്ടല്ലേ ഇളക്കിയെടുത്തിട്ടുള്ളൂ, കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഞാൻ ഒരു തുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ പിന്നെ അത് നൂലപ്പം ഉണ്ടാക്കണ അച്ചിൽ പരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ചില ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിലൊന്ന് പരട്ടി കൊടുക്കും. പക്ഷേ ഞാൻ ഉള്ളിലൊന്നും പരട്ടി കൊടുക്കില്ല. ഇതുപോലെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് എന്താ പറയുക, നന്നായി കുഴച്ച് നന്നായിട്ട് പദം വരുത്തിയെടുക്കും. എന്നിട്ട് ഞാൻ നൂലപ്പത്തിൻ്റെ അച്ചൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മാവൊക്കെ ഇട്ടിട്ട് കണ്ട ഇപ്പോൾ പിഴിയാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റി. ചിലപ്പോൾ ചില പൊടികൾ പിഴിഞ്ഞെടുക്കാൻ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ചില പൊടികൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് എടുക്കാനായിട്ട്. പക്ഷേ ഇത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാൻ വേഗം ഇതുപോലെ ഇതുപോലെ ഒരു തട്ടും പിന്നെ ഇതുപോലെ ഒരു തട്ടും കൂടി, അങ്ങനെ 2 തട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അതന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അധികമാണ്. എന്നിട്ട് അങ്ങനെ ഞാൻ വേഗം അതൊക്കെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ വേഗം ഞാൻ അത് നൂലപ്പൊക്കെ വെച്ചിട്ട് വേഗം അടച്ചു വെച്ചു. അതിന് ശേഷം ഞാൻ തെർമൽ കുക്കറിൽ നിന്ന് ചോറ് കൊടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു. എന്നിട്ട് ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കഫക്കെട്ട് മാറി വരണേ ഉള്ളൂ, എന്നാലും ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ വേഗം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കടലയിലേക്കുള്ള സബോളയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് വാവിച്ച്. പക്ഷേ ഇന്നലെ വൈകുന്നേരം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മേ കടല നാളികേരമൊക്കെ അരച്ചിട്ട് വെച്ചോളോ, വറുത്തരച്ചിട്ട്. ആദ്യം ഒരു ദിവസം ചെയ്തത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, അതുപോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സബോള വേണ്ട, സബോള കുറച്ചിട്ടോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കാലത്ത് എണീറ്റ് നോക്കിയപ്പോഴേ നാളികേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാളികേരം ഇല്ലാത്ത കാരണം പിന്നെ വേറെ രക്ഷയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് കടലയൊക്കെ എടുത്തിട്ട് അരച്ചിട്ട്, വേവിച്ച കടല കുറച്ചെടുത്ത് അരച്ചിട്ട് ഇങ്ങനെ മസാലക്കറി പോലെ തന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ 3 ചെറിയ സബോളയാണ് എടുത്തത്. എന്താണെന്ന് വെച്ചാൽ വാവിച്ചയ്ക്ക് സബോള ഇഷ്ടമില്ല. എന്ത് കറിയിൽ സബോള ഇട്ട് കഴിഞ്ഞാൽ ആളതൊക്കെ പറക്കി മാറ്റി വയ്ക്കും. പിന്നെ സബോള ആൾക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെറിയ 3 സബോളയൊക്കെ എടുത്തു. എന്ന് വെച്ചാൽ കറി ഇത്തിരി അധികം വേണ്ടതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതന്നെ ചോറിലേക്കും കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീനൊന്നും വാങ്ങണില്ല, മീനും ഇതൊന്നും വാങ്ങണില്ല. എന്താണെന്ന് വെച്ചാൽ ദീപാവലി അല്ലേ, അപ്പോൾ വൈകുന്നേരം ദീപമൊക്കെ കത്തിക്കണം. അത് കാരണം ഞാൻ മീനൊന്നും വാങ്ങാനായിട്ട് വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം 3 സബോളയൊക്കെ അരിഞ്ഞെടുത്തു. സബോളയും ഒരു തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം അരിഞ്ഞ് ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ബിജാഷേട്ട ആൾക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെക്കുകയാണ്. അപ്പോൾ ഞാൻ കടലയൊക്കെ തുറന്ന് നോക്കിയപ്പോഴേ വലിയ കടലയായിരുന്നു. ഇപ്പോൾ ഞാൻ ഇന്നാൾ വാങ്ങിച്ച കടലയാണ്. ഓണത്തിന് വാങ്ങിച്ച കടല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ നല്ല വലിയ കടലയായിരുന്നു. അപ്പോൾ വലിയ കടല ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. എന്നിട്ട് അപ്പോഴേക്കും ചോറൊക്കെ ഒരുവിധം വെന്ത് വന്നപ്പോൾ ഞാനതൊക്കെ വേഗം വാർത്ത് വെച്ചു. എന്നിട്ട് ഞാൻ കടലയൊക്കെ മുളകിടാനായിട്ടുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ഞാൻ വേഗം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ആദ്യം തന്നെ സബോളയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ എനിക്ക് തോന്നി എന്തിനാ സബോള മാത്രമായിട്ട് ഇടണത്, എല്ലാതും ഒരുമിച്ചിടാന്ന്. സബോള വാടിയിട്ട് തക്കാളിയൊക്കെ ഇടുകയാണ് നല്ലത്. പക്ഷേ ഞാൻ പിന്നെ എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് ഇട്ട് കൊടുത്തു.
മുമ്പ് സബോള ഇട്ടു, പിന്നെ എനിക്ക് തോന്നി എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണേ, എല്ലാം കൂടി അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സബോളയും തക്കാളിയും എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തു. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വഴണ്ട് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഞങ്ങൾക്ക് ആർക്കും പോകണ്ട, എനിക്കും ആവശ്യക്കും മണിക്കുട്ടനൊന്നും പോകണ്ട. അപ്പോൾ ഞാൻ പക്ഷേ ഈ തിരക്ക് പിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിലേക്ക് പോകണം വിജയശേട്ടൻ പോകുമ്പോൾ. അപ്പോൾ ആളുടെ കൂടെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ചായയൊക്കെ കൊടുത്തിട്ട് ആളെന്നെ വിടാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് അത്യാവശ്യം കുറേ പണികളുണ്ട്. എന്താണെന്ന് വെച്ചാൽ വല്ലപ്പോഴും ഒരു ദിവസം മുടക്ക് കിട്ടുമ്പോഴേ വീട്ടിൽ ഒതുക്കാനും അങ്ങനത്തെ കുറേ പണികളൊക്കെ ഉണ്ടാവും, കുറേ തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട്. അപ്പോഴേക്കും നൂലപ്പൊക്കെ ആയി വന്നപ്പോൾ ഞാനതൊക്കെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ സബോളയും തക്കാളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയുടെ പൊടി ഇട്ടിട്ട് കടലയുടെ വെള്ളമാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ഞാനതിൽ കടല ഇട്ട് കൊടുത്തു. വാവച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഈ കടലക്കറിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നാളെയും കുട്ടിക്കോളും. ആൾക്ക് കടല ഉണ്ടായാൽ വേറെ ഒന്നും വേണ്ട. അപ്പം അങ്ങനെ ഞാനതൊക്കെ മിക്സ് ഇതെടുത്തു. പക്ഷേ അതിൽ ഞാൻ കുറച്ച് കടല എരിവിടുന്നേക്കാളും മുമ്പ് അവിടെ ആറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കടല അരച്ച് ആക്കി നോക്കാനായിട്ട്. അപ്പം അങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. നാളികേരം ഒന്നും വേണ്ട, നല്ല കട്ടി കിട്ടും കറിക്ക്. അപ്പം നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ പറയണം. അപ്പോഴേക്ക് നൂലപ്പൊക്കെ ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കും. അപ്പോഴേക്ക് നൂലപ്പൊക്കെ ആറി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാസറോളിലേക്ക് മാറ്റി കൊടുത്തു. എന്നിട്ട് ഞാൻ മല്ലിയില ഇരിക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി അരിഞ്ഞതിന് ശേഷം ഞാനതിൽ നന്നായിട്ട് മല്ലിയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കടലക്കറി തന്നെയായിരുന്നു. വാവച്ചിയും പറഞ്ഞു നല്ല രസമുണ്ടെന്ന്. പിന്നെയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ തിരക്ക് പിടിച്ച് അമ്പലത്തിൽ പോയി. പിന്നെ പകലുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അത് എപ്പോഴും എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തില്ല. പിന്നെ വൈകിട്ട് വാവച്ചിയും മണിക്കുട്ടനൊക്കെ ട്യൂഷന് പോയപ്പോൾ ഞാൻ മേലൊക്കെ കഴുകിയതിന് ശേഷം വേഗം ചരാതുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തുടച്ച് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തിരിയൊക്കെ ഇട്ടിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ വേഗം എന്താ പറയുക വിളക്കൊക്കെ കത്തിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചു. എന്താണെന്ന് വെച്ചാൽ സമയമായപ്പോൾ ഞാൻ ഒരു 6 മണി ഒക്കെ ആയപ്പോൾ പെട്ടെന്ന് പിരിട്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വിളക്ക് കത്തിച്ചു. അതിന് ശേഷം ഞാൻ പറഞ്ഞില്ല ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാലും വാവിച്ചതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്യൂഷന് പോകുമ്പോൾ തന്നെ അമ്മയെ ചരാതൊക്കെ കത്തിച്ചോളൂന്ന്. ഞങ്ങൾ 3 പേരെ കൂടിയിട്ടാണ് ചരാതൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ഇതുപോലെ കാർത്തികയ്ക്കും കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എടുത്ത് വെച്ച് ചരാതായിരുന്നു. അപ്പം അങ്ങനെ ഇത്ര ചരാത് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വല്ല ദീപാവലിക്ക് കാർത്തികയ്ക്കൊക്കെ കത്തിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് വിളക്ക് ചരാതുകളൊക്കെ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ടിട്ട് കത്തിച്ചു. അപ്പം അങ്ങനെ കത്തിച്ചതിന് ശേഷം വിജയശേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ ആലോചിക്കിയത് തന്നെ ഞാൻ ചെയ്തില്ലേന്ന്. ആരും ഇല്ലാണ്ടേ. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും ആരെങ്കിലും നമ്മുടെ കൂടെ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു സന്തോഷമല്ലേ. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്തു. പക്ഷേ അങ്ങനെ എന്തായാലും നന്നായിട്ട് ചെയ്തു. സ്റ്റാറ്റസൊക്കെ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ചരാതുകളൊക്കെ ഞാൻ ഈ നിലവിളക്കിൻ്റെ ചുറ്റും വെച്ചതിന് ശേഷം അതൊക്കെ നന്നായിട്ട് നല്ലവണ്ണം എണ്ണയൊക്കെ ഒഴിച്ചിട്ട് തിരിയൊക്കെ ഇട്ടിട്ട് എനിക്ക് പറ്റണ പോലെ ഞാൻ ചെയ്തു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളിതുപോലെ ദീപാവലിക്ക് ചരാതൊക്കെ കത്തിച്ചില്ലേ? അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം പിന്നെ ചവിട്ടിൻ്റെ അവിടെയൊക്കെ ചരാത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉമ്മറൊക്കെ കാലത്ത് തന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ തുടയ്ക്കാറൊന്നുമില്ലാന്ന്. എപ്പോഴും തുടയ്ക്കാനായിട്ടൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഈ സിമെൻറ്റിൻ്റെ ഇതല്ലേ, തുടച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ മണ്ണും ഇതൊക്കെ ആയിട്ട് നിൽക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടൈലൊന്നും ഇടാത്ത കാരണേ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അപ്പം അങ്ങനെ എല്ലാ ചരാതുകളും ഞാൻ കത്തിച്ചിട്ട് ഫസ്റ്റ് ഞാൻ ഈ നിലവിളക്ക് വെച്ചതിൻ്റെ അവിടുത്തെ ചരാതുകളാണ് കത്തിച്ചത്. അതിന് ശേഷമാണ് ഞാൻ പിന്നെ താഴത്ത് ചവിട്ടിൻ്റെ അവിടെ ഉള്ളതൊക്കെ കത്തിച്ചത്. അങ്ങനെ എല്ലാം കത്തിച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ട് ഇറങ്ങി നിന്ന് നോക്കിയപ്പോഴേ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കാണാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ദീപം തെളിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ല. പിന്നെ മുണ്ടത്തിക്കോട് ഇന്ന് കാവടി ഉണ്ട്, കോടശ്ശേരി എന്നാണ് പറയുക അവിടെ. അപ്പോൾ വിജയശേട്ടൻ എന്നോട് കാലത്ത് തന്നെ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറി നിന്നോ നമുക്ക് കാവടി കാണാൻ പോകാമെന്ന്. ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മണിക്കുട്ടൻ വന്നില്ല, അവന് കുറേ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം മണിക്കുട്ടൻ വന്നില്ല. ഞാനും ഭാവിച്ചും വിജയശേട്ടനും ആൾ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു 9 മണി ഒക്കെ ആകുമ്പോൾ പോയി. എന്നിട്ട് ഒരു 10-10:30 ആകുമ്പോഴേക്കും തിരിച്ചു പോകുന്നു. എന്താണെന്ന് വെച്ചാൽ മണിക്കുട്ടൻ മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഞങ്ങളങ്ങനെ കാവടിയും കാണാൻ പോയി. അപ്പോൾ അങ്ങനെ ദീപമൊക്കെ കത്തിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോണത്. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ഒരു ദീപാവലി തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും കത്തിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. എനിക്ക് പറ്റണ പോലെ ഞാൻ പറഞ്ഞല്ലോ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്, മക്കളൊക്കെ പോയിന്ന്. അപ്പോൾ എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ ചെയ്തു. അപ്പം അങ്ങനെ 30
25 ചിരാതോളം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എല്ലാം വെച്ചു, എല്ലാം നിരത്തി വെച്ചിട്ട് ഞാൻ കത്തിച്ചു. പക്ഷേ എനിക്ക് താഴത്തൊക്കെ ഇറങ്ങി നിൽക്കുമ്പോഴേ ആരും ഇല്ലാത്ത കാരണം ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്ര ഇരുട്ടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. എന്നാലും പിന്നെ ഉമ്മറത്തേക്കൊന്നും അങ്ങനെ വെള്ളം വരില്ലല്ലോ. അപ്പോൾ പക്ഷേ ഞാനിത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ എല്ലാ ദീപാവലിക്കും ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അത്രയ്ക്കൊന്നും കത്തിക്കണില്ല, കുറച്ചേ കത്തിക്കണുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെരാതൊക്കെ വെച്ച് തോന്നിയപ്പോൾ എനിക്ക് തോന്നി എല്ലാം ചെയ്യാവുന്നത്. ഇതുപോലെയാണ് ഞാൻ കത്തിച്ചത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. അപ്പം അങ്ങനെ ഇത് മൊത്തത്തിൽ ചെരാതൊക്കെ കത്തിച്ചിട്ട് ഇതായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം. അപ്പം അങ്ങനെ അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം, കമൻറ്റ് ഇടണം, ലൈക്ക് ഇടണം. നല്ല നല്ല വീഡിയോകളായിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ 4000 സബ്സ്ക്രൈബർ ആവാറായി. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റുകളൊക്കെ ഇടണം. അപ്പോൾ അങ്ങനെ ഹാപ്പി ദീപാവലി. ദീപാവലി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ ദീപം കത്തിച്ചതെന്നും കൂടി നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. അപ്പം അങ്ങനെ എല്ലാവർക്കും എൻ്റെ വക ഒരിക്കൽ കൂടി ഹാപ്പി ദീപാവലി. അപ്പം നല്ല നല്ല വീഡിയോകളായിട്ട് വരാം കേട്ടോ.